യുവജന സമരങ്ങളുടെ വിജയത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ നിർണായകമായിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. തെരുവിലെ സമരത്തിന്റെ പ്രതിഫലനം പാർലമെന്റിൽ സൃഷ്ടിച്ചത് ഇന്ത്യ സഖ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ തിരിച്ചടിയാണെന്നും കോൺഗ്രസിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ബി.ജെ.പി, CPM നിലപാടുള്ളവരിൽ നിന്നാണെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഇങ്ങനെയുള്ള പല സമരങ്ങളും വിജയിച്ചുവെങ്കിലും ആ വിജയങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായങ്ങളാണ്. ഇവിടെ ഇന്ത്യ സഖ്യം ഒരുമിച്ചാണ് മുന്നേറിയത്. അതുകൊണ്ട് ഈ ജെൻസിൻ്റെ സമരമാണ് നടന്നതെങ്കിലും അതിൻ്റെ ഒരു പ്രേരക ശക്തി, അതായത് തെരുവിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിൻ്റെ ഇമ്പാക്റ്റ് സഭയിലുണ്ടാക്കിയത് ഇന്ത്യ സഖ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തിമ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ ആദ്യമായിട്ട് പാറ്റ പോകും. കാരണം ഇവർ അധികാരത്തിൽ 2014 അധികാരത്തിൽ വരുമ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നോ റെസിഗ്നേഷൻ. അവർ ഞങ്ങളുടെ ഭരണ പീരിയഡിൽ നോ റെസിഗ്നേഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ആദ്യത്തെ റെസിഗ്നേഷൻ